ധർമ്മസ്ഥലയോ ഇത് കാമസ്ഥലയോ? കുഴിച്ചുമൂടിയവരിൽ സ്കൂൾ യൂണിഫോമിലുള്ള പെൺകുട്ടികളും. രാജ്യത്തെ നടുക്കിയ ധർമ്മസ്ഥല കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയ സുപ്രധാന സാക്ഷിയായ ശുചീകരണ തൊഴിലാളിയുടെ ആ മൊഴിപ്പകർപ്പ് പുറത്ത്. ശുചീകരണ തൊഴിലാളി പോലീസിൽ നൽകിയ മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമൊപ്പം നിരവധി പുരുഷന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ. ക്രൂര ലൈംഗിക പീഡനങ്ങൾക്കിരയാക്കി നടത്തിയ കൊലപാതകങ്ങൾ താൻ നേരിൽ കണ്ടെന്നും അവ മറവു ചെയ്തില്ലെങ്കിൽ തന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇയാൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. കൊലപാതകത്തിന് ഉത്തരവിട്ടവരെ ഭയന്ന് തനിക്ക് അയൽ സംസ്ഥാനത്ത് 11 വർഷമായി ഒളിവിൽ കഴിയേണ്ടി വന്നു, ഏത് നിമിഷവും കൊല്ലപ്പെടും എന്ന ഭീതി തന്നെ വേട്ടയാടുന്നു. ശുചീകരണ തൊഴിലാളി എന്നത് വെറും പേരിന് മാത്രമായിരുന്നു, ഭയാനകമായ കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ മറച്ചുവെക്കുന്ന ജോലിയായിരുന്നു തനിക്കെന്നും ഇയാൾ മൊഴിയിൽ പറയുന്നു. അദ്ദേഹം ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. കൊലപാതകങ്ങൾക്ക് താൻ സാക്ഷിയാണെന്നും തനിക്കും കുടുംബത്തിനും നിയമപരമായ സംരക്ഷണം നൽകണമെന്നും അന്വേഷണവുമായി സഹകരിക്കുവാൻ തയ്യാറാണെന്നുമായിരുന്നു ഇദ്ദേഹം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 11 വർഷത്തോളം ഒളിവിലായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ സെഷൻ 164 പ്രകാരം ബെൽത്തങ്ങാടി കോടതിയിൽ രഹസ്യമൊഴി നൽകിയത്. ചില മൃതദേഹങ്ങൾ സംസ്കരിച്ചത് നേത്രാവതി നദിയുടെ തീരത്താണ്. മൃതദേഹങ്ങൾ തിരിച്ചറിയപ്പെടാതിരിക്കാനും വേഗത്തിൽ അഴുകുവാനും വേണ്ടിയാണ് ഇത്തരം സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തത്. 2010 കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിന് സമീപം 12നും 15നും ഇടയിൽ പ്രായമുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം സംസ്കരിക്കുവാൻ നിർബന്ധിതനായെന്ന് തൊഴിലാളി പറയുന്നു. ആ പെൺകുട്ടി സ്കൂൾ യൂണിഫോമിലായിരുന്നു, പാവാടയും അടിവസ്ത്രവും ഉണ്ടായിരുന്നില്ല. ലൈംഗികാതിക്രമത്തിൻ്റെയും ശ്വാസം മുട്ടിച്ചതിൻ്റെയും പാടുകൾ ഉണ്ടായിരുന്നു. മറ്റൊരു ദിവസം 20 വയസ്സുള്ള ഒരു സ്ത്രീയുടെ മുഖം ആസിഡ് ഒഴിച്ച് പൊള്ളിക്കുകയും ശരീരം പത്രത്തിൽ പൊതിഞ്ഞ് ഡീസൽ ഒഴിച്ച് കത്തിക്കുവാൻ നിർദ്ദേശം ലഭിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. പിന്നീട് 2014 തൻ്റെ കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ സൂപ്പർവൈസർമാരുമായി ബന്ധമുള്ള ഒരാൾ ലൈംഗികമായി പീഡിപ്പിച്ചു. അന്നേ ദിവസം താൻ അവിടെ നിന്നും ഓടിപ്പോയി. പിന്നീട് വർഷങ്ങളോളം മറ്റിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. കുറ്റബോധം മൂലമാണ് ഇപ്പോൾ തിരിച്ചെത്തി എല്ലാം തുറന്നു പറയുവാൻ കാരണമെന്നും തൊഴിലാളി വെളിപ്പെടുത്തുന്നു. മൃതദേഹങ്ങൾ പുറത്തെടുത്ത് ഉചിതമായ രീതിയിൽ ശവസംസ്കാരം നടത്തിയാൽ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കും. തൻ്റെ കുറ്റബോധവും ആത്മസംഘർഷവും കുറയും. മരിച്ചയാളുകൾക്ക് മാന്യമായ യാത്രയപ്പ് അർഹിക്കുന്നുവെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പോലീസിന് നൽകിയ വെളിപ്പെടുത്തലിൽ പറയുന്നു. സംഭവങ്ങൾക്ക് പിന്നിൽ പ്രദേശത്തെ ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതിയുമായി ബന്ധപ്പെട്ടവരാണെന്നും മൊഴിയിലുണ്ട്. സത്യം തെളിയിക്കുവാൻ പോളിഗ്രാഫ് പരിശോധനയ്ക്ക് തയ്യാറാണെന്നും ശുചീകരണ തൊഴിലാളി പോലീസിൽ നൽകിയ മൊഴിയിൽ പറയുന്നു. ശുചീകരണ തൊഴിലാളി ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നടത്തിയിട്ടും നടപടിയെടുക്കുന്നതിൽ വളരെ അമാന്തമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നടത്തുന്നത് വെറും പ്രഹസനങ്ങൾ മാത്രം. ഈ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് വേണ്ടുന്ന സംരക്ഷണം പോലും സർക്കാർ ഒരുക്കിയിട്ടില്ല. അദ്ദേഹം ഒരുപക്ഷെ ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം. ഏറ്റവും വിചിത്രമായ കാര്യം, ഇവർക്കെതിരെ വാർത്തകളൊന്നും കൊടുക്കാൻ പാടില്ല, കൊടുത്ത വാർത്തകൾ നീക്കം ചെയ്യണം എന്ന ഉത്തരവ് ഇവർ കോടതിയിൽ നിന്നും കരസ്ഥമാക്കി എന്നുള്ളതാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വാർത്ത നൽകി സ്ഥാപനം പൂട്ടേണ്ടി വന്നാലും ജയിലിൽ പോകേണ്ടി വന്നാലും സത്യം വിളിച്ചു പറയും എന്ന നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്ന ഏതാനും ചില മാധ്യമങ്ങൾ തീരുമാനമെടുത്തത് കൊണ്ട് മാത്രമാണ് ഇത്രയുമെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ധർമ്മസ്ഥലയിൽ 1995 മുതൽ 2014 വരെ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്ത ഒരാളാണ് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. 10 വർഷത്തിനിടെ കുഴിച്ചുമൂടേണ്ടി വന്നത് നൂറുകണക്കിന് മൃതദേഹങ്ങളാണെന്നും കുറ്റബോധം കൊണ്ട് ഉറങ്ങുവാൻ പോലും ആകാത്ത സ്ഥിതിയായതിനാലാണ് എല്ലാം തുറന്നു പറയുന്നതെന്നും അഭിഭാഷകരുടെ സഹായത്തോടെ ശുചീകരണ തൊഴിലാളി പുറത്തുവിട്ട കത്തിൽ പറയുന്നു. ഓജസി ഗൗഡ, സച്ചിൻ ദേശ്പാണ്ഡെ എന്നീ അഭിഭാഷകരുടെ സഹായത്തോടെയാണ് അദ്ദേഹം കത്ത് പുറത്തുവിട്ടത്. മറവ് ചെയ്ത മൃതദേഹങ്ങളിൽ ഏറിയ പങ്കും യുവതികളുടേതാണെന്നും ശുചീകരണ തൊഴിലാളി പറയുന്നു. അന്ത്യകർമ്മങ്ങൾ പോലും ചെയ്യാതെ മറവ് ചെയ്തതിനാൽ മരിച്ചവരുടെ ആത്മാക്കൾ തന്നെ വേട്ടയാടുന്നുവെന്നാണ് ഇയാൾ വിശദമാക്കിയത്. മരിച്ചവർക്ക് മാന്യമായ രീതിയിലുള്ള അന്തിമ സംസ്കാരത്തിനുള്ള അവസരം ഒരുക്കുവാനാണ് വെളിപ്പെടുത്തലെന്നും ഇദ്ദേഹം പറയുന്നു. തുടർന്ന് ഗത്യന്തരമില്ലാതെ അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘം രൂപീകരിച്ച് കർണാടക സർക്കാർ ഉത്തരവിറക്കി. DGP പ്രണബ് മൊഹന്തി പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്നു. IG MN അനുച്ഛേദ്, DCP സൗമ്യലത, SP ജിതേന്ദ്രകുമാർ ദായം എന്നിവരാണ് അന്വേഷണ സംഘത്തിലെ അംഗങ്ങൾ. ഗുരുതരമായ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ ധർമ്മസ്ഥല ക്ഷേത്ര ട്രസ്റ്റ് മാധ്യമവിലക്ക് ഉത്തരവ് നേടി. ഈ വിഷയത്തിൽ അവർ ഇതുവരെ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇനിയൊരു ഉത്തരവ് വരുന്നതുവരെ ട്രസ്റ്റിനെതിരെ അപകീർത്തികരമായ ഒരു വിവരവും പ്രസിദ്ധീകരിക്കരുതെന്നാണ് ഉത്തരവ്.
ബംഗളൂരു സിറ്റി സിവിൽ സെഷൻസ് കോടതി ജഡ്ജി വിജയ് കുമാർ റായുടേതാണ് ഉത്തരവ്. 8842 മാധ്യമ വാർത്തകളുടെ ലിങ്കുകൾ പിൻവലിക്കുവാനാണ് ഉത്തരവ് നേടിയിരിക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ മുതൽ യൂട്യൂബർമാർക്ക് വരെ എതിരെയാണ് ഉത്തരവ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.